നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനം ഓടിക്കുന്ന സമയത്ത് ചെറിയൊരു വെള്ളക്കെട്ടിക്കൂടെയൊക്കെ പോകുമ്പോൾ വാഹനത്തിൻ്റെ ടയറിൻ്റെ പകുതി വെള്ളമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനം ഓടിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ അതൊക്കെ പോവുകയാണെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ വരില്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നൊരു സംശയമാണ്, EV ആണെങ്കിലോ എന്ത് ചെയ്യും? ഇതുപോലത്തെ ഒരു സംശയമാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്വിൻ ജോയ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബ്രോ, ഒരു ഡൗട്ടാണ്. നോർമൽ ഡീസൽ ആൻഡ് പെട്രോൾ കാർ ടയറിൻ്റെ ഹാഫ് ലെവൽ വരെ വെള്ളമുണ്ടായാലും ഓടിക്കുന്നത് കുഴപ്പമില്ലല്ലോ. എയർ ഫിൽട്ടർ ആൻഡ് സൈലൻസർ വെള്ളം കയറാതിരുന്നാൽ ഓടുമല്ലോ. ഇലക്ട്രിക്കൽ കാർ അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ? ടയറിൻ്റെ ഹാഫ് ലെവലിലൊക്കെ വരെ വെള്ളം ഉണ്ടെങ്കിൽ ഓടിക്കാൻ പറ്റുമോ? ഓർ വേറെ എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടോ? ലൈക്ക് ഫ്യൂസ് ബ്രേക്കായി വണ്ടി സ്റ്റോപ്പ് ആവുമോ? ബ്രേക്ക് അണ്ടറിൽ ചെയ്തേക്കുന്ന കാര്യം ബാറ്ററിക്ക് ഡാമേജ് വരുമോ? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരും. കാരണം നമ്മുടെ നോർമൽ എഞ്ചിൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം ഏകദേശം ഒരു ടയർ പകുതി മുങ്ങിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ടയറിൻ്റെ ഒരു ഫുൾ പോർഷൻ മുങ്ങിക്കഴിഞ്ഞാലും എഞ്ചിന് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങൾ ഉടനെ വരില്ല. ഗിയർ ബോക്സിലോട്ട് വെള്ളം ഇറങ്ങുമെന്ന് പറഞ്ഞാൽ പോലും എഞ്ചിൻ സേഫ് ആയിരിക്കും, നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. അതേ സ്ഥാനത്ത് EV വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്കറിയാം അതിൻ്റെ ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്ന അണ്ടറിലാണ്, ഏറ്റവും താഴത്തെ പോർഷനിൽ ആ പ്ലാറ്റ്ഫോമിലാണ് ബാറ്ററി പാക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളം കയറാനുള്ള ചാൻസസ് ഉണ്ടോ? 100% നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെയുണ്ട്. ബാറ്ററി എല്ലാം കൺസീൽഡ് ആയിരിക്കും, വാട്ടർ പ്രൂഫ് ആണ്, ഇതെല്ലാം കറക്റ്റാണ്. പക്ഷേ ഇതിനകത്തൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലോവേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തോട്ട് വെള്ളമൊക്കെ ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അതും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏകദേശം ഒരു ടയറിൻ്റെ പകുതി വരെയൊക്കെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും ഇറക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും രീതിക്ക് ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ഫ്യൂസ് അല്ലെങ്കിൽ ട്രിപ്പ് ആകാൻ വേണ്ടിയിട്ടുള്ള ട്രിപ്പായി നമ്മുടെ ഈ ബാറ്ററി എന്നുള്ളൊരു കണക്ഷൻ സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. അങ്ങനെയാണ് പല ഇലക്ട്രിക്കൽ വാഹനങ്ങളിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു കാരണം വരുന്നത്. അതായത് ചിലർ ഓർക്കും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളെ ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓഫായി പോകുന്നതിൻ്റെ പ്രധാന കാര്യം ഇതുപോലെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രിപ്പായി പോകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ലൈൻസൊക്കെ അണ്ടർബോഡി കൂടെ വരുന്ന സമയത്ത് അണ്ടർബോഡി ഹിറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മേജറായിട്ടുള്ള ഒരു ഹിറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അന്നേരം ഇത് ട്രിപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ട്രിപ്പ് ആയില്ലെന്നുണ്ടെങ്കിൽ ഇത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീ പിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ശരിക്കും ഈ വാഹനങ്ങളിലെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ് ഇത്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വാഹനം പെട്ടെന്ന് ഓഫായിപ്പോയി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. വെള്ളത്തിൽ കൂടെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള വാഹനം ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡിൽ കൂടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന വാഹനങ്ങളൊന്നും അല്ല. വെള്ളത്തിൽ കൂടെ ഓടിക്കാൻ വേണ്ടി സെപ്പറേറ്റ് വേറെ വാഹനങ്ങളൊക്കെ വേണ്ടി വരും. നമ്മുടെ നിലവിലുള്ള നോർമൽ റോഡ്സിൽ കൂടെ ഓടിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് വെള്ളത്തിൽ കൂടെ അറിയാതെയൊക്കെയാണ്. ഇപ്പോൾ മഴയുള്ള സമയത്ത് ഓടിക്കുന്ന പോലെ അല്ല ഒരു വെള്ളക്കെട്ടിക്കൂടെ ഓടിക്കുന്നത്. വെള്ളക്കെട്ടിക്കൂടെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ടയറിൻ്റെ പകുതിക്ക് താഴെ നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാഹനം ഓടിക്കാൻ സാധിക്കും. പക്ഷേ ഒരുപാട് വെള്ളത്തിൽ കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിന് പണി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് കഴിവതും ആരും വാഹനം വെള്ളത്തിൽ കൂടെ ഓടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.